പശുവിന്റെ നാക്ക് നമ്മുടെ നാട്ടിൽ കറിയൊക്കെ വയ്ക്കാറുണ്ട്. ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരു മെക്സിക്കൻ സ്റ്റൈല് ടാക്കോ ആണ് ഉണ്ടാക്കണേ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി നമ്മുടെ ചാനലിൽ പശുവിന്റെ നാക്ക് ആദ്യമായിട്ടല്ല, നമ്മുടെ ഡെയിലി വ്ളോഗ് കാണുന്നവർ ഞാനിത് മേടിച്ചുകൊണ്ടിരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് ദിവസമായി ടാക്കോസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു നാക്ക് ഉപയോഗിച്ചിട്ട്. ഈ നാവ് നിങ്ങൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ നാവിനെ പറയാറ് വാഗ്യൂ എന്നാണ്. ഏത് ബീഫിൻ്റെ നാക്ക് എടുത്തു കഴിഞ്ഞാലും വാഗ്യൂ എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഭയങ്കരമായിട്ട് ഫാറ്റുള്ള ഒരു പോർഷനാണ് ഈ ബീഫിൻ്റെ നാക്ക്. നാവ് കണ്ടിട്ട് അറയ്ക്കൊന്നും വേണ്ടട്ടാ. നാട്ടിൽ ഇഷ്ടംപടി ആൾക്കാർ ഇത് കറി വെച്ച് കഴിക്കുന്ന ഒരു സാധനമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മീറ്റ്. ലുക്ക് അറ്റ് ദാറ്റ്, ദ ക്വാളിറ്റി. ഇത് ഏതാണ്ട് 1 കിലോയും 200 ഗ്രാമും ഉള്ള ബീഫിൻ്റെ നാക്കാണ്. ചെരുപ്പ് പോലെ ഇരിക്കുന്നതെന്ന് മാത്രം നാക്ക് എന്ന് പറഞ്ഞാൽ. കണ്ട, ബ്യൂട്ടിഫുൾ. ഇതിങ്ങനെ തന്നെ കുക്കറിൽ ഇട്ടിട്ട് ഏതാണ്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ടാക്കോസ് ആക്കി മാറ്റാം. വെരി സിമ്പിൾ കുക്കിംഗ്, ഈസി. നമ്മുടെ ബീഫ് ടങ്ക് പശുവിൻ്റെ നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50 മിനിറ്റാണ് കേട്ടോ ഞാൻ കുക്കറിൽ വേവിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നെയ്യ്, ഈ സോസ് നോക്കിയേ, കണ്ട സോസ് കാണാനില്ലേ. ഇനി നമുക്കിതിൻ്റെ തൊലി, നാക്കിൻ്റെ തൊലി തിന്നണ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് തൊലി ഊരി എടുത്തിട്ട് പിന്നെ വീണ്ടും വേവിക്കാം. ഇവിടെ നോക്കുമ്പോൾ അത് നാക്ക് പോലെയല്ല, പാമ്പിന്റെ തല പോലെ തോന്നുന്നുണ്ട്. ശരിക്ക് ഗോൾഡ് പറഞ്ഞ പാമ്പിന്റെ തല പോലെ തോന്നുന്നുണ്ടെന്നാണ്. തിരിച്ചു പിടിച്ച മോൻ നമുക്ക് ശരിക്കും പാമ്പ് പോലെ ഉണ്ട്. എനിക്ക് വേറെ തോന്നണേ, ആനയുടെ ഇതുപോലെ കണ്ട. ബട്ട് നൈസ്ലി കുക്ക്ഡ്. ഓക്കെ, തൊലി ഊരിപ്പോന്നു കണ്ട. ഇനി നോക്കിയേ, നമ്മൾ നല്ല സൂപ്പർ ഒരു 3/4 മണിക്കൂറൊക്കെ വേവിച്ച കാരണം തന്നെ നന്നായിട്ട് നമ്മുടെ ബീഫ് അല്ലെങ്കിൽ നാക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പുൾഡ് ബീഫ് എന്നൊക്കെ പറയില്ലേ, കണ്ട. നമ്മൾ വല്ലാണ്ട് മാഷ് ചെയ്യണില്ല, കാരണം ഇതിനെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാനുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദിസ്, ബ്യൂട്ടിഫുള്ളി കുക്ക്ഡിയോ. നാക്കിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ ഇറച്ചിട്ടുണ്ടെന്നല്ലേ ആരാ വിചാരിക്കണേ. നോക്കിയേ, നീ ഈ പീസ് നോക്കിയേ, കണ്ട. നോക്കിയേ, നല്ല ഉടഞ്ഞ് പൂ പോലെ ഉടഞ്ഞ് കണ്ട. നാക്ക് എന്ന് വെച്ചിട്ട് നിങ്ങൾ അറക്കൊന്നും വേണ്ട കേട്ടോ. ദിസ് ഈസ് സോ ഗുഡ്. ഇത്ര മതി, ഇത് ഞാൻ ബാക്കി ചെയ്യാം. ഈ നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാക്കിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, നിറച്ച് നെയ്യാണ്. കൈ ഒരു 5-6 തവണയെങ്കിലും കഴുകേണ്ടി വരും. ഓക്കെ, ഞാനപ്പോൾ ഇതിനൊന്ന് കാരമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മൈലാഡ് ഒന്ന് ബ്രൗൺ ചെയ്യാൻ എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ ആവണ വരെ തന്നെ നമുക്കിങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. ഒരു ചെറിയ ഇലച്ചിങ്ങനെ നമുക്കൊരു പുഴുങ്ങിയ ടേസ്റ്റേ വരുള്ളൂ. ടാക്കോൻ്റെ ഒരു ഗ്രിൽഡ് കണ്ട. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ കണ്ട, ഒരു സൈഡ് നല്ല സ്റ്റേക്കൊക്കെ പോലെ ബ്രൗൺ ആയിട്ടില്ലേ. ഇനി നമുക്ക് ഇതിലുള്ള സ്പൈസസ് ചേർക്കണം. ഞാൻ എന്നൊരു ടാക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ, നീ തിന്നൊന്നും വേണ്ട, നീ തിന്ന് കഷ്ടപ്പെടണ്ട. നമുക്ക് ഇവിടെ പ്രെഡിമച്ച് ഒറിജിനൽ ഇത് കിട്ടിയിട്ടുണ്ട്, ടാക്കോസ് കണ്ട, തോർത്തിയ. നമ്മളിന്ന് ജസ്റ്റ് ഒരെണ്ണ ഉണ്ടാക്കണം കേട്ടോ, കാരണം ഇന്ന് ഇവിടെ തിന്നാൻ ആരും ഇല്ല. കോളിലേക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്താ കൂടുതലത് ഭയങ്കര ക്ഷീണമാണല്ലോ. എപ്പോഴും ഈ തോർത്തിയ നമ്മൾ ചൂടാക്കണ സമയത്തെ നേരിട്ട് ചപ്പാത്തി പോലെ ചട്ടിയിൽ ചെയ്യണേക്കാൾ ഏറ്റവും നല്ലത് ഈ മീറ്റിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കണതാട്ടോ. ചേച്ചി ഇത് ഇറങ്ങലിക്കും. ഇത് മാത്രമല്ല ആ ഓയിലൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കും. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ മീറ്റിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇങ്ങനെയാണ് സാധാരണ ടാക്കോസിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. നൗ ആദ്യം നമ്മുടെ മീറ്റ്, ലൈക്ക് ഐ സെഡ്, ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ബ്യൂട്ടിഫുൾ ബീഫ് ടങ്ക്. ഇനി നമുക്ക് നമ്മുടെ ഇവരുടെ സാലഡ്സ്, കുറച്ച് ഡൈസ്ഡ് ടൊമാറ്റോസ്, അവക്കാഡോ, ലെമൺ, അണിയൻസ് ആൻഡ് സിലാന്ത്രോ. ഓക്കെ, കുറച്ച് അണിയൻ, ലിറ്റിൽ ബിറ്റ് ഓഫ് ടൊമാറ്റോസ്, അവക്കാഡോ, കുറച്ച് ലൈം ജ്യൂസ്. ഇനി കുറച്ചും കൂടെ നമ്മുടെ ടാക്കോ സ്പൈസ്. ഇത് ജീരകം, മുളക് പൊടിയൊക്കെയാണ് കേട്ടോ, കുറച്ച് ഉപ്പൊക്കെയാണ്. ഇനി നമ്മുടെ കൊറിയാണ്ടർ. There we go. Easy taco, just like that. And you fold. Look. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചീസ്, സോസ് ഒക്കെ ചേർക്കട്ടാ. ശരിമാരോടൊന്നും ആരും ഉണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ അവിടെ കാക്ക. ഓക്കെ, നൗ വി ഈറ്റ്. ഒരു നാക്ക് മേടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഫുൾ 2 ദിവസം കഴിക്കാനുള്ള ഇറച്ചി കിട്ടും കേട്ടാ. നാക്ക് കിട്ടാല്ലേ, അതാണ് കുഴപ്പം. കൂടെ വെച്ചിരിക്കേ. ഈ മീറ്റിൻ്റെ പാങ്ങ് കഴിച്ചു നോക്ക്. നീ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ അവസ്ഥ.
ഡ്രൈ ആണ്. ഡ്രൈ ഒന്നും അല്ലടാ, അത്രയും ഫാറ്റുള്ള മീറ്റാണ്. ഞാനത് ഇത് കണ്ട നിങ്ങൾക്ക് അതായത് ഒരിക്കലും നാവ് ഡ്രൈ ആക്കാൻ പറ്റില്ല. ബീഫ് ഡ്രൈ നമ്മൾ ഉണ്ടാക്കില്ലേ വീട്ടിൽ, അതുപോലെ പോലും നമുക്ക് ആക്കാൻ പറ്റില്ല. കാരണം ഈച്ച് മസിൽ ഫൈബറിന്റെ ഇടയിൽ അത്രയ്ക്ക് മാത്രം ഫാറ്റുള്ള ഒരു സാധനമാണ് ബീഫിന്റെ ടങ്ക് കേട്ടോ. നോക്കിയാ ഈ ടങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നാച്ചോസും കൂടെ ചെയ്യാം. നാച്ചോസ് നമുക്ക് കിരണിന്റെ വീട്ടിൽ അവന്റെ വീട് കയറി താമസിക്കലാണ്. ഇവിടെ നിന്ന് ഞാൻ ചെറുതായിട്ട് സെറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കഴിക്കാം കേട്ടാ. ഇനി നമ്മുടെ നാച്ചോ ചിപ്സ് ദർവിഗോ. ഇനി നമ്മുടെ ബീഫ് ടാങ്ക് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇടുകയാണ്. ബാക്കിയെല്ലാം കിരണിന്റെ വീട്ടിൽ എന്നിട്ട് നമുക്ക് ചെയ്യാം. ടാക്കോ പൗഡർ, സം ചീസ്, ഇനി ഒരു ടൊമാറ്റോ സാൽസ ഉണ്ട് കേട്ടാ. ഇത് ആക്ച്വലി ടൊമാറ്റോ, ആനിയൻസ്, അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ടൊമാറ്റോ സാൽസ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ല സ്പൈസി ആണ്. ആൻഡ് സം മോർ ചീസ്. എന്നിട്ട് നമുക്ക് കിരണിന്റെ അടുത്ത് ചെന്നിട്ട് ഇതിനെ ഒന്ന് ഗ്രാറ്റിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ പണി റെക്കോർഡിങ് ഇവിടുന്ന് കഴിഞ്ഞല്ലോ, കുക്കിംഗ് നമുക്ക് അവിടെ നിന്ന് ചെയ്യാം. ഓക്കെ, സോ വി സീ യു ഓവർ ദെയർ. ലെറ്റ്സ് ഗോ. ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടാ. നമ്മൾ ആ കോക്ടെയിൽ ഉണ്ടാക്കണ നേരം കൊണ്ട് ഇത് അവന്റെ ഉള്ളിൽ വെച്ചത് മറന്നു. എടാ എന്നാലും ഈ പണിയെടുത്തത് മുഴുവൻ മറന്നല്ലോ. പണിയെടുത്തത് മുഴുവൻ മറന്നല്ലോ. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. ഞാനാണെങ്കിൽ അത് അവിടെ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. സാറല്ലേ ഒരു സ്പൂൺ ഇളക്ക്. ആ പതുക്കെ വെച്ചാൽ മതി. നീ പണ്ട് നല്ല ചൂടുള്ള നാക്കൊക്കെ കഴിച്ചിരുന്ന ആളാണല്ലോ. പൊളിയാണോ മാമെന്ന് വെച്ചേ മാമ നാക്ക്. കരിഞ്ഞ ടേസ്റ്റ് വരില്ല. എടുക്കണം. ഡ്രൈ ആയി പോയി. ഓക്കെ ഗായ്സ്, നമ്മൾ ഇന്നലെ കിരണിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ നാച്ചോ ചിപ്സും ബീഫ് ടാങ്കും ഒക്കെ ആഡായി പോയല്ലോ. ഇന്നലെ കുറച്ച് ബീഫ് ടാങ്ക് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ തഷുക്ക പ്ലേറ്റിൽ ഞാൻ കുറച്ച് തോർത്തിയ നമ്മുടെ ഇന്നലത്തെ റാപ്പില്ലേ അത് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് മീറ്റ് എല്ലാം ഇട്ട് ഞാനിവിടെ ഒരു ഡിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സാലഡും ഗോക്കാമോളിയുടെ പോലത്തെ കച്ചുമ്പറും പിന്നെ അതിന്റെ മുകളിൽ സവർ ക്രീം ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നൗ വി ഓൾ ഗോണ ഈറ്റ്. നിന്റെ ചിപ്സ് തേറാ. ഓഹോ, now look at the colors, beautiful colors, beautifully ഓടാണ്. ഇങ്ങനെ ഇരിക്കേണ്ട സാധനമാണ് ഇന്നലെ കരിഞ്ഞ് മെരിഞ്ഞ് ഉണ്ടംപൂരി ആയി പോയത് കേട്ടാ. അമ്മ give it try and let me know. എന്താണ് അമ്മ? ഇത് അമ്മ ഏതമ്മ അത്? ഈറമ്മ അല്ല ചച്ചമ്മ. എങ്ങനെയുണ്ട്? അല്ല ഇന്നലത്തെ കരിഞ്ഞ് വെച്ചിട്ടോട് അവിടെ തരാം. നൈസാണോ? നല്ല ടേസ്റ്റ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഈ നാച്ചോ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ വറുത്തതാ ഇപ്പം. സോ ഗുഡ്. ഓക്കെ, അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി, ബീഫ് ടങ് ഇസ് ഓൾവേസ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഈസി ടു ഗെറ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനിപ്പോൾ നാട്ടിൽ നല്ല മാർക്കറ്റ് ഉണ്ട്. കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലത്തെ ഡിഷസ് ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സെറ്റ് ആക്കി എടുക്കാം. ഒരു പാർട്ടി അല്ലെങ്കിൽ വെള്ളടിയുടെ കൂട്ടത്തിലൊക്കെ സൂപ്പറായിട്ട് നമുക്ക് നാച്ചോസ് സെറ്റ് ആക്കി എടുക്കാം. ഈസി ലഞ്ചായിട്ട് ഉപയോഗിക്കാം. ഈസി ടു കുക്ക്. ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ഫാറ്റി ആയിട്ടുള്ള വാഗ്യൂ പോലത്തെ മീറ്റാണ് ബീഫിന്റെ ടങ്ക്. അപ്പോൾ ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ. ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. ഹലോ, അത് പറയാ. എന്നാ പറ്റിയടാ? ഞാൻ കണ്ടില്ല. കൊണ്ടാ എന്നാ പറ്റിയേ? ബുംബേ അവിടെ വെച്ച് ചെയ്താ വീഡിയോ കാണുമ്പോ അറിയാ. ശരിയാ. ബുംബേ അതെന്നെ പെറുക്കാൻ പോണപ്പം ഇവിടെ നോക്കിയാൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. അവിടെ കൈ വീഴോളൂ.